പാകിസ്ഥാനിൽ 10 വയസ്സുള്ള ക്രിസ്ത്യൻ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി നിർബന്ധിതമായി ഇസ്ലാം മതം സ്വീകരിപ്പിച്ചു. പഞ്ചാബ് പ്രവിശ്യയിലെ ഫൈസലാബാദ് ജില്ലയിലെ ചക് 233 RB ഇഖ്ലാഖ് ടൗണിലെ വീട്ടിൽ നിന്ന് ലൈബ സുഹൈൽ എന്ന പെൺകുട്ടിയെയാണ് തട്ടിക്കൊണ്ടുപോയി മതം മാറ്റിയത്. തീവ്ര ഇസ്ലാമിസ്റ്റായ ഷൗക്കത്ത് ഷായുടെ നിർദ്ദേശപ്രകാരമാണ് സംഭവമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തട്ടിക്കൊണ്ടുപോയവർക്കെതിരെ കേസെടുക്കാൻ ഉദ്യോഗസ്ഥർ വിസമ്മതിച്ചതായി പെൺകുട്ടിയുടെ പിതാവ് സുഹൈൽ മസിക് വെളിപ്പെടുത്തി. മുൻപും സമാനമായ ഒട്ടേറെ സംഭവങ്ങൾ ഷാ എന്നയാളുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് നടന്നിട്ടുണ്ട്. ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോകുന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ വിൽക്കുന്ന രീതിയും ഇയാൾക്കുണ്ടെന്നും സുഹൈൽ ആരോപിച്ചു. വിവാഹം കഴിക്കാതെ ഒരുമിച്ച് താമസിക്കുന്നവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കുടുംബം എന്ന വാക്കിൻ്റെ നിർവചനം മാറ്റുന്നതിനുള്ള ഭരണഘടനാ ഭേദഗതിക്കെതിരെ ക്രിസ്തീയ പാരമ്പര്യം മുറുകെ പിടിച്ച് ഐറിഷ് ജനത. കുടുംബം, സ്ത്രീ എന്നിവയ്ക്ക് പുതിയ നിർവചനങ്ങളുമായി ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിന് ഐറിഷ് സർക്കാർ നടത്തിയ ഹിതപരിശോധന വലിയ ഭൂരിപക്ഷത്തിൽ ജനം തള്ളിക്കളഞ്ഞു. കുടുംബത്തെ വിവാഹവുമായി ബന്ധപ്പെടുത്തിയും സ്ത്രീകളെ കുടുംബത്തിൻ്റെ പ്രചോദനമായി അവതരിപ്പിച്ചും ഭരണഘടനയിൽ നൽകിയിരിക്കുന്ന നിർവചനങ്ങൾ മാറ്റുന്നതിനായിരുന്നു ഹിതപരിശോധന. വിവാഹേതര ബന്ധത്തെ ഉൾപ്പെടുത്തി കുടുംബം എന്ന വാക്കിൻ്റെ നിർവചനം മാറ്റുന്നതിനുള്ള ഭരണഘടനാ ഭേദഗതിക്കെതിരെ 67.7% ഐറിഷ് ജനതയാണ് നിലപാട് ഘടിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ഭേദഗതി കൊണ്ടുവരുന്നതുമായി അഭിപ്രായം അറിയുന്നതിന് നടത്തിയ റഫറണ്ടത്തിലാണ് എതിർപ്പ് പ്രകടമാക്കിയത്. ഹിതപരിശോധന അനുകൂലമാവുകയും നിർദ്ദേശം നടപ്പിലാക്കുകയും ചെയ്തിരുന്നെങ്കിൽ വിവാഹം കഴിക്കാതെ ദീർഘനാളായി ഒരുമിച്ച് താമസിക്കുന്ന രീതികൾക്ക് കുടുംബം എന്ന പദവി ലഭിക്കുമായിരുന്നു. എന്നാൽ ബഹുഭൂരിപക്ഷവും നിർദ്ദേശത്തെ എതിർക്കുകയായിരുന്നു. വന്യമൃഗ ആക്രമണത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് KCYM ഇടുക്കി രൂപതാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന 48 മണിക്കൂർ ഉപവാസ സമരം അവസാനിച്ചു. സമാപന സമ്മേളനം ഇടുക്കി രൂപതാ മെത്രാൻമാർ ജോൺ നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. കപട പരിസ്ഥിതിവാദികളുടെ യഥാർത്ഥ മുഖം ജനം തിരിച്ചറിയണമെന്നും കൃഷിക്കാരെ മറന്നുള്ള സർക്കാരുകളുടെ പോക്ക് ആത്മഹത്യാപരമാണെന്നും മാർ നെല്ലിക്കുന്നേൽ പറഞ്ഞു. സാധാരണക്കാർക്കും കർഷകർക്കും തൊഴിലാളികൾക്കും വേണ്ടി തെരുവിലിറങ്ങേണ്ടി വന്നാൽ ഇറങ്ങും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിയമനിർമ്മാണം നടത്തി വന്യജീവികളെ വനത്തിൽ തന്നെ ഒതുക്കി നിർത്താനുള്ള ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കണമെന്നും പരിഷ്കൃത രാജ്യങ്ങളിൽ നടപ്പിലാക്കുന്നത് പോലെ വന്യമൃഗങ്ങളുടെ വർധന തടയാൻ ശാസ്ത്രീയ നടപടികൾ സ്വീകരിക്കണമെന്നും മാർ നെല്ലിക്കുന്നേൽ ആവശ്യപ്പെട്ടു. ദക്ഷിണ സുഡാനിലെ ക്രിസ്ത്യൻ വിശ്വാസികൾക്ക് അടിയന്തരമായി ബാഹ്യ പിന്തുണ ആവശ്യമാണെന്ന് സുഡാൻ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസിൻ്റെ ഇൻ്റഗ്രൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് കമ്മീഷൻ പ്രസിഡന്റ് ബിഷപ്പ് എഡ്വാർഡോ ഹൈബരോ കുസാല. തൻ്റെ ജനങ്ങളുടെ നിരാശാജനകമായ അവസ്ഥയെ വിവരിച്ച ബിഷപ്പ് രാജ്യത്തെ സംഘർഷങ്ങളും കോവിഡ് പകർച്ചവ്യാധിയും മൂലം അവർ അനാഥത്വത്തിൻ്റെ വക്കിലാണെന്നും പറഞ്ഞു. മുമ്പ് സമാധാനപരമായിരുന്ന സ്ഥലങ്ങൾ ഉൾപ്പെടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും സങ്കീർണമായ അടിയന്തരാവസ്ഥയുടെ അനന്തരഫലങ്ങൾ ആളുകൾ ഇപ്പോഴും അനുഭവിക്കുകയാണ്. ആഭ്യന്തരമായി പലായനം ചെയ്തവരുടെ എണ്ണം രാജ്യത്തുടനീളം വളരെയധികം വർദ്ധിച്ചു. അവരുടെ ജീവിതാവസ്ഥ ദയനീയവും പട്ടിണി നിറഞ്ഞതുമാണ്. സ്ത്രീകളും കുട്ടികളും പ്രായമായവരും വികലാംഗരുമാണ് മധ്യകിഴക്കൻ ആഫ്രിക്കൻ രാഷ്ട്രത്തിലെ അവസ്ഥകളുടെ ആഘാതം കൂടുതൽ അനുഭവിക്കുന്നതെന്ന് ദക്ഷിണ സുഡാനിലെ ടോംബുറായൊമ്പിയ രൂപതയെ നയിക്കുന്ന ബിഷപ്പ് പറഞ്ഞു. 2011 ജൂലൈയിൽ സുഡാനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ലോകത്തിലെ ഏറ്റവും പുതിയതും ഏറ്റവും പ്രായം കുറഞ്ഞതുമായ രാജ്യമാണ് ദക്ഷിണ സുഡാൻ. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.